പാർക്കർ പേന പോയതിനു ശേഷം ആഴ്ച അവസാനം ബാങ്ക് അടച്ചു പൂട്ടിയപ്പോ ലെക്സി പേന അവനെയോർത്ത് കണ്ണീരൊഴുക്കി കഴിഞ്ഞു. മേശയിൽ കിടന്ന ബാങ്കിന്റെ ഫോമുകളിൽ അവളൊരു വാചകം കണ്ടു: കാശ് ഇവിടെയല്ലേ, നിങ്ങൾക്ക് വരാതിരിക്കാനാവില്ല. അവൾക്കെവിടെയോ പ്രതീക്ഷകൾ മുട്ടിട്ടു. അവൻ ഇനിയും വരുമായിരിക്കും. കുറെ ദിവസങ്ങൾ കടന്നുപോയി. ആരൊക്കെയോ ലെക്സിയെ എടുത്തെഴുതി. അവളുടെ ഉള്ളിൽ പാർക്കർ പേനയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മഷി തീരുന്നതൊന്നും ആ പാവം അറിഞ്ഞതേയില്ല. കസ്റ്റമർ ആരോ കംപ്ലൈന്റ് പറഞ്ഞപ്പോ പുതിയ പേനയെ കെട്ടിയിട്ട് മഷി തീർന്ന ലെക്സി പേനയെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു. അതോടെ അവൾ തകർന്നു പോയി. തന്നെ പോലെ ഒരു ലോക്കൽ പേന ഒരിക്കലും ഒരു പ്രീമിയം പേനയെ പ്രേമിക്കരുതായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പാർക്കറിന്റെ മുതലാളി ബാങ്കിലേക്ക് വന്നു. പാർക്കർ വാതിൽ കടന്നു പോയപ്പോ ബാസ്ക്കറ്റിൽ കിടന്ന ലെക്സി അവനെയും കണ്ടില്ല, അവൻ അവളെയും കണ്ടില്ല. പാർക്കർ ഉത്സാഹത്തോടെ മേശയിലേക്ക് നോക്കിയപ്പോ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പുതിയ പേനയെ കണ്ട് ഞെട്ടിത്തരിച്ചു. തന്റെ ലെക്സിയെ ഇനിയൊരിക്കലും കാണാനാകില്ലെന്ന് ഓർത്തപ്പോ പെട്ടെന്ന് അവന്റെ മഷി പ്രഷർ കൂടി. പാർക്കറിന് അറ്റാക്ക് വന്ന് ബോധം പോയി. പേന ലീക്കായി പോക്കറ്റ് ആകെ പടർന്നപ്പോ മുതലാളി അവനെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു. അവനെ കണ്ട് ലെക്സി പേന അമ്പരപ്പോടെ കണ്ണു മിഴിച്ചു. ഇങ്ങനെ കാണാനാണോ ദൈവങ്ങളെ ഞങ്ങളെ കണ്ടുമുട്ടിച്ചത്? അവൾ അവന്റെ നെഞ്ചിൽ ഞാഞ്ഞടിച്ച് അലമുറയിട്ട് കരഞ്ഞു. ഹൃദയത്തിനടിയേറ്റപ്പോൾ CPR കിട്ടിയ പാർക്കർ പതിയെ കണ്ണു തുറന്നു. അടിച്ചത് മതിയടി, ചത്തിട്ടില്ല. അവൾ അവനെ തെരുതര ഉമ്മ വെച്ചു. അവൻ അവശതയോടെ അവളോട് പറഞ്ഞു: ഒന്നിച്ചപ്പോഴേക്കും മഷി തീർന്നല്ലോടി പെണ്ണേ. അവൾ നാണത്തോടെ കണ്ണടച്ചു. കുറെ നാളുകൾക്ക് ശേഷം നഗരസഭയിലെ മാലിന്യ കൂമ്പാരത്തിൽ മഴ നനഞ്ഞു കിടക്കുമ്പോൾ അവൻ വെറുതെ ചോദിച്ചു: ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നുവല്ലേ? അവൾ പുഞ്ചിരിയോടെ അവനോട് ഒട്ടിക്കിടന്നു. നിന്റെ ഹൃദയം ഇവിടല്ലേ, നിനക്ക് വരാതിരിക്കാനാവില്ലല്ലോ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.